ഫഹദ് ഫാസിൽ പറയുന്ന സീൻ എല്ലാം എടാ മോനെ അസമാണ്. അപ്പൊ ഒരു എടാ പോലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ രോമാഞ്ച് പൊളിയാനായി പോകും. തീവടം ഫസ്റ്റ് ഹാഫ് ഒക്കെ പൊളിയായിരുന്നു. ഫഹദ് ഒന്നും പറയില്ല, വൻ ലുക്കും മനസ്സിൽ. തല്ലുമലയൊക്കെ തോറ്റു അമ്മാതിരി ആടാ മോനെ സീന് പറഞ്ഞ അമ്മാതിരി സീനിന്ന്. നല്ല ഫഹദ് ഫാസിൽ അടിപൊളി. ഫഹദിന്റെ ഇടയാട്ടം നല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റണ്ടൊക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര സീൻ പടമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫഹദ് ഫാസിലേക്ക് വേറൊരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സുശീൽ ശ്യാമിൻ്റെ ആണെങ്കിൽ ബി ജി എം ഒരു രക്ഷയില്ല. അതുപോലെ എന്താ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറാണല്ലോ ഇതിൽ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളും. അത്ര അടിപൊളിയായിരുന്നു. വേറെ ലെവൽ പടമാണ്. ലൈക്ക് എല്ലാവരും കാണണം, അത്ര അടിപൊളി പടമാണ്. അത് ഫഹദ് ഫാസിൽ പറയുന്ന സീൻ എല്ലാം എടാ മോനെ അസമാണ്. എല്ലാവരും കാണണം, ഭയങ്കര അടിപൊളി, വേറെ ലെവലാണ്. എല്ലാവരും കാണും. ഓക്കെ, നല്ല പടമാണ്. ആവേശം നല്ല പടമാണ്. മറ്റേ സിനിമയെ കാട്ടി കൊള്ളാം. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിനെ കാട്ടി കൊള്ളാം. മേക്കിംഗ് ആയാലും ആവേശം നല്ല അടിപൊളി പടമാണ്. ഫഫയുടെ ഒരു വിളയാട്ടം തന്നെയാണ് ഇത് പറയാനുള്ളത്. ഫഫ ഒരു എടാ പോലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ രോമാഞ്ച് പൊളിയാനായി പോകും. അത് അവർ ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു, ഇത് ആവേശത്തിൽ ഫുൾ രോമാഞ്ച് തന്നെ, ഇത് രോമാഞ്ചം തന്നെയാണ്. നിങ്ങൾ മച്ചായി പോയി കാണുക. അതിൻ്റെ സുശീൽ ശ്യാമി, സമീർ താഹിർ, ജിത്തു മാധവൻ, ഒന്നും പറയല്ല വിഷയം. പൊളിപ്പടം. പീക്ക് പടമാണ് ഫാസിൻ്റെ. പൊളിപ്പടം എല്ലാവരും. ഫസ്റ്റ് ഹാഫ് പൊരിഞ്ഞ അടിയാണ്. തല്ലുമലയൊക്കെ തോറ്റു അമ്മാതിരി അടി. വൻ നൈസ് പടമാണ്, എല്ലാവരും കാണും. തീവടം ഫസ്റ്റ് ഹാഫ് ഒക്കെ പൊളിയായിരുന്നു. ഫഹദ് ഒന്നും പറയില്ല, വൻ ലുക്കും മനസ്സിൽ. പൊളിപ്പടം, ഡയലോഗ് വൻ, എല്ലാം പൊളി. എടാ മോനെ സീൻ. ആവേശം നന്നായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ഓൾവേസ് റോക്കിംഗ് ഓൺ ദ സ്ക്രീൻ. ഹൈ എനർജിയാണ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫുൾ ഓൺ. സീന് ആടാ മോനെ സീന് പറഞ്ഞ അമ്മാതിരി സീനിന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. പക്ഷേ വേറെ ലെവല് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് അതാ. ആടാ മോനെ ഫാഫ സ്കോർ ചെയ്ത് മൊത്തത്തിൽ ഫാഫയുടെ സ്കോർ ചെയ്തത്. പക്ഷേ ഹിപ്സ്റ്റർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നു. അതാ, ഹിപ്സ്റ്റർ നന്നായിട്ട് അഭിനയിച്ച്. പിന്നെ മറ്റേ രണ്ടുപേരും ഓക്കെയാണ്, മറ്റേ രണ്ട് ക്യാരക്ടേഴ്സ്. മറ്റേ മൂന്നാമത്തെ അവനെ എനിക്ക് കുറച്ച് ചിരിക്കാൻ തോന്നി. അവൻ്റെ ആ ക്യാരക്ടർ കണ്ടുപിടിക്കുക, ആ കുറച്ച് തടി ഉള്ളവനെ, അവന് നന്നായിട്ട് എനിക്ക് ചിരിക്കാൻ തോന്നി, സത്യം പറയാണല്ലോ. പിന്നെ മറ്റേ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുള്ള മറ്റേ വേറൊരുത്തന് കുറച്ച് മുടി കുറച്ചവനെ, അപ്പോൾ അവന് ഓക്കെയാണ് ഏകദേശം. അതാ ഓക്കെയാണ്. പിന്നെ അവന് എന്തോ ഫാഫ വെച്ച് റിലേറ്റബിൾ ആയിട്ട് എന്തോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്പോയിലർ തരുന്നില്ല. പക്ഷേ നിങ്ങൾ വരിക, പടം കാണുക, സീന് ആടാ മോനെ ഇജാതി പടം എന്ന് പറഞ്ഞ് ഇജാതി പടം വേറെ ലെവല്. അത്ര തന്നെ ഇജാതി ആടാ മോനെ. കൊള്ളാം, നല്ലൊരു വൈബ് പടമാണ്. ഒരു ബാംഗ്ലൂർ ചില്ലായിരിക്കുന്ന പിള്ളേർക്ക് പറ്റിയ കാണാൻ പറ്റുന്ന നൈസ് പടമാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ കൂടുതലും പിള്ളേർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആവേശം അടിപൊളി സൂപ്പർ പടം എന്ന് വെച്ചാൽ ഈ ഫഹദ് ഫാസിൽ നല്ല സെറ്റായിട്ട് ചെയ്തു ആ ക്യാരക്ടർ. പിന്നെ ജിത്തു മാധവൻ്റെ ആ ഒരു ഡയറക്ഷൻ നല്ലൊരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹിപ്സ്റ്ററും പിന്നെ രണ്ടുപേരും ഉണ്ടായിരുന്നു, അവർ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ഇതൊക്കെ ആയിട്ട് ഉണ്ട് പടം. പക്ഷെ മൊത്തത്തിലെടുത്ത് നോക്കണമെങ്കിൽ പക്കാ മാസം എൻ്റർടൈൻമെൻറ്റ് പടമാണ്. തിയേറ്റർ പൂരപ്പുറം ബാക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഫാമിലിക്ക് വലിയ ഇത് ആവുമെന്ന് കണക്റ്റ് ആവുമെന്ന് തോന്നണില്ല. പക്ഷേ ഈ നമ്മളെ ഈ യൂത്ത് നമുക്കൊക്കെ പടം ഇഷ്ടപ്പെടും. പക്ഷേ ഈ രോമാഞ്ചം അതിനെയൊക്കെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ആവേശം നല്ല സിനിമയാണ്. നല്ല നന്നായിട്ട് കണ്ടിരിക്കാം. ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, കമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അങ്ങനെ ട്രാജഡി, ഡ്രാമ, റൊമാൻസ് അങ്ങനെയൊന്നുമില്ല. പ്രോപ്പർ കോമഡി, പിന്നെ കുറച്ച് ആക്ഷനുണ്ട്. ഫഹദ് ഫാസിലും സുശീൽ ശ്യാമും സെറ്റ്. എടുത്ത് പറയത്തക്ക ഇത് രണ്ടാണ് മെയിൻ ഉള്ളത്. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, പിന്നെ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് ആൻഡ് വിജയം സെറ്റ്. അതിനുവേണ്ടി മാത്രം ഈ സിനിമ കാണാം, അത്രയും കൊള്ളാം. പടം പക്ക എനർജി പാക്ക്ഡ് മൂവി. ഫാഫയുടെ അഴിഞ്ഞാട്ടം, സുഷിൻ്റെ മ്യൂസിക് 8 പാട്ടം തോന്നുന്നതാണ്. പാട്ടൊക്കെ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. മൊത്തത്തിൽ യൂത്തിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഫാമിലി ഓഡിയൻസ് വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷേ യൂത്തിന് ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റിയ പടമാണ്. 7 പേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് വൈബടിച്ച് കാണാൻ പറ്റിയ പടമാണ്. കിടിലം പടമാണ്. അടുത്ത ഹിറ്റ് ലോഡി വളരെ നല്ല പടമായിരുന്നു. ആ ഒരു കോംബോ റിയലി നല്ല വർക്കായിട്ടുണ്ട്. മറ്റേ സുഷിൻ ശ്യാം, അതുപോലെ ജിത്തു, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, നല്ലൊരു കോംബോ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല എനർജറ്റിക് പടമായിരുന്നു. ഫുൾ ഒരു സൗണ്ട് ഓൺ പടമാണ്. എടാ മോനെ.